എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കേരളത്തിലെ 62 ലക്ഷത്തോളം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന 62 ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വലിയ തിരിച്ചടിയാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വരുന്നത്. വളരെ ക്രൂരമായിട്ടുള്ള നടപടിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളോട് കുറച്ചു കാലങ്ങളായിട്ട് തുടരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും അടുത്ത പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പും ആണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ക്ഷേമ പെൻഷൻ കേന്ദ്ര വിഹിതം സംസ്ഥാന സർക്കാർ മുൻകൂറായി നൽകിയിട്ടും കേന്ദ്ര സർക്കാർ പണം വിതരണം ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഡിസംബർ ക്ഷേമ പെൻഷൻ കേന്ദ്ര വിഹിതം നൽകുന്നതിന് വേണ്ടി 24.75 കോടി രൂപ സംസ്ഥാന സർക്കാർ മുൻകൂറായി അനുവദിച്ചിരുന്നു. ഈ തുക 8,46,456 പെൻഷൻ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇട്ടുകൊടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. കുറച്ചു കാലങ്ങളായി കേന്ദ്ര സർക്കാർ ഈ തുക സംസ്ഥാനത്തിന് നൽകുന്നില്ല. എങ്കിലും ആ ഒരു തുക സംസ്ഥാന സർക്കാർ എല്ലാ മാസത്തെയും പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ മുൻകൂറായി അനുവദിക്കാറുണ്ട്. ഇത്തവണയും ഡിസംബർ 15-നുള്ളിൽ തന്നെ മുഴുവൻ പേർക്കും തുക ലഭ്യമാകാത്ത രൂപത്തിൽ സംസ്ഥാന സർക്കാർ കൈമാറിയിരുന്നു. ഇത് മാസാവസാനമായിട്ടും ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടില്ല എന്നതാണ് വളരെ ക്രൂരമായിട്ടുള്ള നിലപാട്. വാർദ്ധക്യകാല പെൻഷൻ, വികലാംഗ പെൻഷൻ, വിധവാ പെൻഷൻ എന്നിവയാണ് 200 മുതൽ 500 രൂപ വരെ കേന്ദ്ര സർക്കാർ വിഹിതം ഉള്ളത്. 200, 300, 500 എന്നിങ്ങനെയാണ് തുക. ഈ തുകയാണ് മുടങ്ങുന്നത്. ബാക്കി സംസ്ഥാന സർക്കാരിന്റെ വിഹിതം എല്ലാ ആളുകൾക്കും ലഭിച്ചിട്ടുണ്ട്. മുമ്പ് കേന്ദ്ര വിഹിതവും ചേർത്ത് മുഴുവൻ തുകയും സംസ്ഥാന സർക്കാർ പെൻഷൻകാരുടെ അക്കൗണ്ടുകളിലേക്ക് ഇട്ടു നൽകുന്ന രീതിയായിരുന്നു. കേന്ദ്ര വിഹിതം ലഭിച്ചില്ലെങ്കിലും സംസ്ഥാനം മുഴുവൻ പെൻഷൻ തുകയും അക്കൗണ്ടുകളിലേക്ക് നൽകിയിരുന്നു. പിന്നീട് കേന്ദ്ര സർക്കാരിൽ നിന്നും തിരിച്ചു വാങ്ങുന്ന രീതിയാണ് സ്വീകരിച്ചിരുന്നത്. 2023 ഏപ്രിൽ മുതൽ കേന്ദ്ര വിഹിതം തങ്ങൾ തന്നെ നേരിട്ട് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് നൽകിക്കൊള്ളാം എന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. എന്നാൽ ഇത്തരത്തിൽ കേന്ദ്രവിഹിതം യഥാസമയം ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് ഒരു മാസം പോലും നൽകിയിട്ടില്ല. ഇതേ തുടർന്നാണ് കേന്ദ്രവിഹിതം സംസ്ഥാന സർക്കാർ തന്നെ മുൻകൂറായി നൽകാൻ തീരുമാനിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ PFMS എന്ന ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനം വഴിയാണ് കേന്ദ്രവിഹിതം ഗുണഭോക്താക്കൾക്ക് നൽകേണ്ടത്. ഇതനുസരിച്ച് അതാത് മാസം 8,46,456 പേരുടെ കേന്ദ്രവിഹിതം വിതരണത്തിന് ആവശ്യമായ 24.75 കോടി രൂപ സംസ്ഥാനം PFMS യൂണിറ്റിന്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നൽകുകയും ചെയ്യാറുണ്ട്. ഈ യൂണിറ്റുകൾ വഴി ഓരോ ഗുണഭോക്താവിന്റെയും അക്കൗണ്ടിലേക്ക് കേന്ദ്രവിഹിത തുക നൽകാറാണ് പതിവ്. ഇതനുസരിച്ച് ഡിസംബറിലെ തുക നേരത്തെ തന്നെ കൈമാറിയിരുന്നു. എന്നാൽ ഇത് കൃത്യമായി വിതരണം ചെയ്യാൻ PFMSന്റെ ചുമതലക്കാർ തയ്യാറായിട്ടില്ല. മുൻകാലങ്ങളിലും ഇത്തരത്തിൽ തുക താമസിപ്പിക്കുന്ന നടപടി ഉണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം സാങ്കേതിക തടസ്സമാണ് കാരണം പറഞ്ഞിരുന്നത്. കേന്ദ്ര വിഹിതം ലഭിക്കുന്ന ഗുണഭോക്താക്കൾ പൂർണ്ണമായും ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ഉള്ള ആളുകളാണ്. അവർക്കാണ് ഇങ്ങനെ 300, 500, 200 എന്നിങ്ങനെ കുറയുന്നത്. ഏറ്റവും പെൻഷൻ അർഹതയുള്ള, അതായത് പെൻഷൻ കിട്ടിയിട്ട് അതുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് ഇതിൽ ഭൂരിഭാഗം ആളുകളും. അവരുടെ പെൻഷൻ ഇങ്ങനെ കേന്ദ്ര സർക്കാർ മുടക്കുന്നത്, അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസി മുടക്കുന്നത് ക്രൂരമായിട്ടുള്ള നടപടിയാണ്. 2023 ഏപ്രിൽ മുതലുള്ള തുക ഈ ഇനത്തിൽ സംസ്ഥാന സർക്കാരിന് നൽകാനും ഉണ്ട്. അതും നൽകാതെ തടഞ്ഞു വെച്ചിരിക്കുന്ന സ്ഥിതിയുമാണുള്ളത്. കേന്ദ്രത്തിന്റെ പേരിൽ ആ തുക വിതരണം ചെയ്യാൻ സംസ്ഥാനം മുൻകൂറായി നൽകുന്ന തുക കേന്ദ്ര സർക്കാർ ഒരിക്കലും കൃത്യമായി മടക്കി നൽകാറില്ല. പലപ്പോഴും വർഷങ്ങൾ കഴിഞ്ഞാൽ പോലും ഈ തുക സംസ്ഥാനത്തിന് ലഭിക്കാറില്ല. ഇത്തരത്തിൽ നിലവിൽ കേരളത്തിന് ലഭിക്കാനുള്ളത് 265 കോടി രൂപയാണ്. വാർദ്ധക്യകാല പെൻഷനിൽ 200 രൂപയാണ് കേന്ദ്ര വിഹിതം. 80 വയസ്സിന് മുകളിലുള്ളവരുടെ പെൻഷനിൽ 500 രൂപയും, വികലാംഗ പെൻഷനിൽ 80% അംഗപരിമിതരായിട്ടുള്ള 18 വയസ്സിന് മുകളിലുള്ള 80 വയസ്സിന് താഴെയുള്ളവർക്ക് 300 രൂപയും, വിധവാ പെൻഷൻ വാങ്ങുന്നവർക്ക് 300 രൂപയുമാണ് കേന്ദ്രവിഹിതമായിട്ടുള്ളത്. ഇത് കൃത്യമായി കേന്ദ്ര സർക്കാർ നൽകുന്നില്ല. എന്നാൽ സംസ്ഥാനം മുൻകൂറായി കേന്ദ്രം നൽകേണ്ട തുക നൽകിയിട്ട് പോലും അത് ജനങ്ങളിലേക്ക്, അല്ലെങ്കിൽ പെൻഷൻ ഗുണഭോക്താക്കളിലേക്ക് കേന്ദ്ര സർക്കാർ നൽകാൻ തയ്യാറാകുന്നില്ല എന്ന ക്രൂരമായിട്ടുള്ള നടപടി തുടരുന്നു. ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. ഇനി
അടുത്ത പെൻഷൻ വിതരണം ജനുവരി 27 കൂടി ഉണ്ടാകും എന്നുള്ളതാണ് വിവരം. ജനുവരി മാസം 2000 രൂപയാണ് ഓരോ പെൻഷൻ ഗുണഭോക്താവിനും ലഭിക്കുക. ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കേന്ദ്ര വിഹിതം കുറവുള്ള ആളുകൾക്ക് 300, 200, 500 കുറച്ചാണ് ലഭിക്കുക. പിന്നെ കേന്ദ്രം എപ്പോഴാണ് ആ ഒരു തുക നൽകുന്നത്, അതായത് സംസ്ഥാനമാണ് ആ ഒരു തുക മുൻകൂറായി അനുവദിക്കുന്നത് എങ്കിലും കേന്ദ്ര സർക്കാരിന് മാത്രമേ അത് അക്കൗണ്ടുകളിലേക്ക് ഇടാനുള്ള അധികാരമുള്ളൂ. അത് അവർ എപ്പോഴാണ് ഇടുന്നത് അപ്പോൾ മാത്രമാണ് ആ തുക ലഭിക്കുക. സാധാരണഗതിയിൽ ഒരാഴ്ച കൊണ്ടൊക്കെ ലഭിക്കാറുണ്ട്. ഈ പ്രാവശ്യം 2 ആഴ്ച കഴിഞ്ഞിട്ടും ആ ഒരു തുക ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. മറ്റൊന്ന്, മറ്റന്നാൾ 30-ാം തീയതി 2000 കോടി രൂപ കടമെടുക്കുന്നുണ്ട്. അത് പെൻഷൻ വിതരണത്തിനാണോ എന്ന് പല ആളുകൾക്കും സംശയമുണ്ട്. പക്ഷെ പെൻഷൻ വിതരണത്തിനല്ല. ഇപ്പോൾ പെൻഷൻ ഈ മാസത്തെ ഡിസംബർ മാസത്തെ പെൻഷൻ നേരത്തെ വിതരണം ചെയ്തുകൊണ്ട് ഇനി ജനുവരി മാസത്തെ പെൻഷൻ ആണുള്ളത്. അത് അവസാനത്തോട് കൂടിയിട്ടേ ലഭിക്കുകയുള്ളൂ. പെൻഷൻ 2000 രൂപയാണ് ലഭിക്കുന്നത്. ജനുവരിയിൽ തന്നെ പെൻഷൻ വർധനവ് ഉണ്ടാകും. അതായത് ബജറ്റ് ജനുവരിയിൽ നടക്കുകയാണ് എങ്കിൽ അതിൽ പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി ജനുവരിയിലല്ല ബജറ്റ്, അല്ലെങ്കിൽ ഫെബ്രുവരിയിലായിരിക്കും ബജറ്റ്. അങ്ങനെയെങ്കിൽ ആ ഒരു ബജറ്റിൽ 500 രൂപ കൂട്ടിക്കൊണ്ടുള്ള വലിയൊരു പ്രഖ്യാപനം ഉണ്ടാകും. അങ്ങനെ പെൻഷൻ 2500 എത്തും. പിന്നെ വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ആളുകൾ, അതുപോലെ തന്നെ മറ്റ് പെൻഷൻ വാങ്ങുന്ന ആളുകൾ ഇവരോട് എന്തെങ്കിലും രേഖ ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് പല ആളുകളും സംശയം ചോദിക്കുന്നുണ്ട്. നിലവിൽ അത്തരം ഒരു രേഖ ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട അറിയിപ്പില്ല. ഇപ്പോൾ പഞ്ചായത്ത് ഭരണസമിതികൾ അധികാരത്തിലേക്കുന്ന തിരക്കിലാണ്. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആവശ്യപ്പെട്ടേക്കാൾ. അങ്ങനെ അറിയിപ്പ് വന്നാൽ കൃത്യമായിട്ട് നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.